ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിമ്പിൾ റെസിപ്പീസ് വിത്ത് അർച്ചന. അപ്പം നമ്മൾ ഇന്ന് റെസിപ്പീസ് ആയിട്ടൊന്നും അല്ല വന്നിരിക്കുന്നത്. ഇപ്പോൾ ഓരോരുത്തർക്കും ഇപ്പം അറിയാം, ടിക്ടോക്ക് യൂസ് ചെയ്തവർക്കെല്ലാം അറിയാം. ഇപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ടിക്ടോക്കൊക്കെ നിരോധിച്ചിരിക്കുന്നതിൻ്റെ ഇതിൽ ഒത്തിരി പേർക്ക് വിഷമങ്ങൾ കാണും. കാരണം കുറേയേറെ ആൾക്കാർ അതിൽ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു, ഓരോരോ വീഡിയോസ് ഇടാനായിട്ടൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ആയിട്ട് അവർക്കൊരു സന്തോഷം പകരുന്ന ഒരു ഇൻഫർമേഷനുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പുതിയ ആപ്പ് ഇറങ്ങിയിട്ടുണ്ട്, സ്നാക്ക് വീഡിയോ. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കണുണ്ട്, അതോടെ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോയാലോ. അപ്പോൾ ഞാൻ സ്നാക്ക് വീഡിയോയുടെ ലിങ്ക് വേണം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിൽ കയറിയാൽ നിങ്ങൾക്ക് അത് ആപ്പിലേക്ക് ഡയറക്റ്റായിട്ട് പോകാവുന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഞാനിപ്പോൾ സ്നാക്ക് വീഡിയോ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ജസ്റ്റ് അത് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഓപ്പൺ ആക്കുമ്പോൾ ഏകദേശം ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് വരുന്നത്. വേറെ എന്താ, ടിക്ടോക്ക് യൂസ് ചെയ്തവർക്കറിയാം എങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ നമുക്ക് ഗൂഗിളിൽ കൂടെ അത് ഓപ്പൺ ആക്കാം. അതല്ല ഫേസ്ബുക്കിൽ കൂടെ എങ്ങനെ വേണം നമുക്കത് ഓപ്പൺ ആക്കാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇത് ഗൂഗിളിൽ കൂടെ ഒന്ന് ഓപ്പൺ ആക്കി ഇതിലൊരു അക്കൗണ്ട് എടുത്ത് അതിൻ്റെ സെറ്റിങ്സ് എങ്ങനെയൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ കൂടെ അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട്. ഗൂഗിളിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ഇപ്പോൾ ഓൾറെഡി എല്ലാവർക്കും ഗൂഗിളിൽ അക്കൗണ്ട് ഉണ്ടല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു അക്കൗണ്ട് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി എടുക്കുക. അപ്പോൾ ഇത് ഓപ്പണായി വരുന്നുണ്ട്. കുറച്ചൊരു 5 സെക്കൻഡൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിവിടെ അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കിട്ടുന്നല്ലോ, അതായത് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഗാലറിയിലേക്ക് ഇതിലേക്ക് കയറ്റാനായിട്ടാണ്. അതൊക്കെ നമുക്കൊന്ന് അലോ ചെയ്ത് കൊടുത്ത് ഓപ്പൺ ആക്കി ഇങ്ങനെ എടുക്കാം. അപ്പോൾ നമുക്കിവിടെ വേണമെങ്കിൽ പ്രൊഫൈൽ മാറി വെക്കാം, പ്രൊഫൈലൊക്കെ മാറി വെക്കണം. നമ്മൾ ടിക്ടോക്ക് ഉപയോഗിച്ചത് ഏത് രീതിയിലാണോ അതേ സെറ്റിങ്സ് തന്നെയാണ് ഇതിൽ ഉപയോഗിക്കേണ്ടത്. വേറെ ഒരു മാറ്റവും ഇല്ല. നമുക്കിവിടെ യൂസർ നെയിമൊക്കെ കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് നെയിമൊക്കെ കൊടുത്തു. മറ്റേ നെയിമൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതുപോലെ അതിൻ്റെ അകത്ത് ഓരോ ഇതുണ്ടല്ലോ, നമ്മുടെ ജെൻഡർ, അതെല്ലാം ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫിക്കേഷൻ മാർക്കിനായിട്ട് കൊടുത്തേക്കാം. പ്രൊഫൈൽ മാറിയെടുക്കാനാണെങ്കിലും എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ പരിപാടിയൊക്കെ കഴിയും. പിന്നെ കൂടുതലും ഇത് ഹിന്ദി ചാനൽ, അതായത് ഹിന്ദി വീഡിയോസാണ് ഇതിൽ കൂടുതലും ഇതിൽ അപ്ലോഡ് ചെയ്തേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ നമുക്കിപ്പോൾ മലയാളികൾ ടിക്ടോക്ക് നിരോധനത്തെക്കുറിച്ച് കുറേ ആൾക്കാർ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അറിയത്തില്ലാത്തവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇതിലെ പ്രോസസ്സ് എല്ലാം എളുപ്പമാണ്. നമുക്ക് സിമ്പിൾ മെത്തേഡാണ്. കാരണം നമ്മൾ നേരത്തെ ടിക്ടോക്ക് ആപ്പ് നഷ്ടപ്പെട്ടിരിക്കുന്നവർക്കൊരു സന്തോഷ വാർത്തയായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. കാരണം ടിക്ടോക്കിൽ തന്നെയുള്ള അതേ രീതിയിലുള്ള സെറ്റിങ്സും കാര്യങ്ങളും എല്ലാമാണ് ഇതിലേക്കും ഉൾപ്പെടുത്തിയേക്കുന്നത്. കാരണം നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് തന്നെ നമുക്കൊരു പ്രൊഫൈൽ പിക്ചർ ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനാണെങ്കിലും എളുപ്പമാണ്. അധികം സമയമൊന്നും നമുക്ക് കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്യും. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് കാണിച്ചു തരാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ മുഴുവനായിട്ടും കാണുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി എന്നോട് ചോദിക്കാവുന്നതാണ്, ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എല്ലാവരും അതായത് ആദ്യം തൊട്ടേ അവസാനം വരെ വീഡിയോ കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിലും ടിക്ടോക്ക് യൂസ് ചെയ്ത യൂസർക്കാണെങ്കിൽ എല്ലാം പെട്ടെന്ന് തന്നെ മനസ്സിലാകും. കാരണം വീഡിയോസ് എല്ലാം സെയിം രീതിയിലാണ്, സെറ്റിങ്സ് ഫുൾ ഇതിൽ കിടക്കുന്നത്. ടിക്ടോക്കിൻ്റെ ഫുൾ രീതിയിൽ തന്നെയാണ് ഇതിലുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പം ഇപ്പോൾ എല്ലാവർക്കും തന്നെ ഒരു സന്തോഷ വാർത്തയാണ്. കുറേ ആപ്പ് ഇറങ്ങിയിട്ടുണ്ട് ടിക്ടോക്കിന് പകരമായിട്ട്. റൊപ്പോസോ അങ്ങനെ കുറേ ആപ്പ് ഇറങ്ങിയിട്ടുണ്ട്. എങ്കിലും സെറ്റിങ്സൊക്കെ പലതും ഡിഫറൻസാണ്. ടിക്ടോക്കുമായിട്ട് നോക്കുമ്പോഴത്തേനും കുറേയേറെ ഡിഫറൻസ് ഉണ്ട്. ഇതെല്ലാം സെയിമാണ്. ടിക്ടോക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴേ അറിയാം, എല്ലാം സെയിം തന്നെയാണ്. ഇതിൽ ഓരോ പ്രോസസ്സും സെയിമാണ്. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്, പെട്ടെന്ന് തന്നെ നമുക്കിത് അപ്ലോഡ് ചെയ്ത് കിട്ടുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതിനകത്തൊരു വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഉണ്ടല്ലോ, നമുക്ക് പോസ്റ്റിന് എന്ത് വേണം റൈറ്റ് ചെയ്ത് നമുക്ക് എഴുതി അപ്ലോഡ് ചെയ്യാവുന്നതാണ്. സിമ്പിളാണ്. എല്ലാവർക്കും ഈ വീഡിയോ വളരെ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ അതുപോലെ നിങ്ങൾ ഇതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതോടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഒന്ന് ആക്റ്റീവ് ആക്കി വെക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.